സ്വർണം വിൽക്കാൻ നോക്കുകയാണോ? പവന് നഷ്ടം കുറഞ്ഞത് 8,000 രൂപ വരെ. എങ്ങനെ കൂടുതൽ വില നേടാം? കൊച്ചി സ്വർണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇന്ന് 320 രൂപ വർദ്ധിച്ചതോടെ ഒരു പവന് 66,320 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ വിൽപ്പന നടക്കുന്നത്. ഇന്നലെ പവന് വില ആദ്യമായി 60,000 തൊട്ടു. ഇന്ന് ഗ്രാമിന് 40 രൂപ കൂടി വില 8,290 ആയി. നിലവിൽ പണിക്കൂലിയടക്കം ഒരു പവൻ സ്വർണം വാങ്ങാൻ 70,000 രൂപയിലധികം നൽകേണ്ട സ്ഥിതിയാണുള്ളത്. വില ഇത്തരത്തിൽ കുതിച്ചതോടെ സ്വർണം പണയം വെക്കുന്നവരുടെയും പഴയ സ്വർണം മാറ്റി പുതിയത് വാങ്ങുന്നവരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉയർന്ന വില ലഭിക്കും എന്നതിൽ സ്വർണം വിൽക്കുന്നവരും കുറവല്ല. വില വർധനവ് സ്വർണം വാങ്ങുന്നവരുടെ മനോഭാവത്തിലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ആഭരണങ്ങൾ വാങ്ങാതെ ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണത്തിൽ അടുത്തകാലത്ത് വലിയ തോതിലുള്ള വർധനവാണ് കാണാൻ സാധിക്കുന്നത്. മുമ്പ് വാങ്ങിയതിനേക്കാൾ ഉയർന്ന മൂല്യം ലഭിക്കുമെങ്കിലും സ്വർണം വിൽക്കുമ്പോൾ ചില നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. പണിക്കൂലിയും GSTയും ഹാൾമാർക്കിംഗ് ചാർജും അടക്കമുള്ളവ നൽകിയാണ് നമ്മൾ ആഭരണങ്ങൾ വാങ്ങുക. എന്നാൽ ഇതൊന്നും വിൽക്കുമ്പോൾ ലഭിക്കുകയില്ല. പണിക്കൂലി അടക്കം 68,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു ആഭരണം വാങ്ങി ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങുന്നതോടെ അതിന്റെ മൂല്യത്തിലുണ്ടാകുന്ന കുറവ് 7,000 രൂപയുടേതാണ്. വിശദമായി പറയുകയാണെങ്കിൽ 60,000 രൂപ പവന് വിലയുണ്ടാകുമ്പോൾ 10% പണിക്കൂലിയിലാണ് നിങ്ങൾ ആഭരണം വാങ്ങിയതെങ്കിൽ ഈ ഇനത്തിൽ ഈടാക്കുക 6,000 രൂപയാണ്. 3% GST ആയി ഏകദേശം 1,800 രൂപയും ഹാൾമാർക്കിംഗ് ഫീയായി ചെറിയൊരു തുകയും കൂടെ നൽകേണ്ടി വരും. ഇനി ഇത് വിൽക്കാൻ ചെല്ലുമ്പോഴാകട്ടെ മാർക്കറ്റ് വിലയിൽ നിന്നും 1-2% കൂടെ കുറച്ചാണ് ലഭിക്കുക. അതായത് 68,000 രൂപ ഒരു പവന് സ്വർണം വാങ്ങിച്ചാൽ അത് ഉടനെ തന്നെ തിരികെ വിൽക്കുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് 60,000 രൂപയ്ക്ക് അടുത്തു മാത്രമാണ്. കുറേയധികം പഴയ സ്വർണമാണെങ്കിൽ തേയ്മാനം, പരിശുദ്ധിയിലെ കുറവ്, ചെളി നീക്കൽ എന്നിങ്ങനെയുള്ള വകുപ്പുകളിലായും നഷ്ടം സംഭവിക്കും. നാട്ടിൻപുറങ്ങളിലെ സാധാരണ ജ്വല്ലറികളെ സംബന്ധിച്ച് സ്വർണം വിൽക്കുന്നതിനേക്കാൾ ലാഭം പഴയ സ്വർണം വാങ്ങിക്കുന്നതിലാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. സ്വർണവില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാലാണ് വിൽപ്പന സമയത്തെ ഈ നഷ്ടത്തെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാകാത്തതിന്റെ പ്രധാന കാരണം. വിൽക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും സ്വർണം വിറ്റേ മതിയാകൂ എന്ന ഘട്ടം വരാറുണ്ട്. ഈ സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉയർന്ന മൂല്യം തന്നെ ഉറപ്പുവരുത്താം. സാധാരണ നിലയിൽ വാങ്ങിയ കടകളിൽ തന്നെ വിൽക്കുന്നതാണ് നല്ലത്. ഹാൾമാർക്ക് സ്വർണമാണെങ്കിൽ സാധാരണ നിലയിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് 1-2% കുറയ്ക്കുക. ജ്വല്ലറി മാറിയാണ് വിൽക്കുന്നതെങ്കിൽ 4% വരെ കുറച്ചേക്കും. സ്വർണം വാങ്ങുന്ന സമയത്തെ ബില്ല് വിൽക്കുമ്പോഴും നൽകുക. പരിശുദ്ധി, തൂക്കം എന്നിവ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇതിലൂടെ ഇല്ലാതാക്കാം. വാങ്ങിയ സ്ഥലത്ത് അല്ല വിൽക്കുന്നതെങ്കിൽ ഇത് കൂടുതൽ ഗുണം ചെയ്യും. സ്വർണം ഉരുക്കി നോക്കുന്നതിനു മുമ്പ് തന്നെ വിലയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയും വേണം. ജ്വല്ലറികൾക്ക് പുറമെ റീസൈക്ലിംഗ് സ്ഥാപനങ്ങളിലും സ്വർണവായ്പ സ്ഥാപനങ്ങൾ വഴിയും സ്വർണം വിൽക്കാം. ഇതിനു പുറമെ കാഷ് ഫോർ ഗോൾഡ് ഷോപ്പുകളും ഓൺലൈൻ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്.